നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും ഹിസ്റ്റോറിയയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് മഹാശിലാ സ്മാരകങ്ങൾക്കകത്തെ പുരാവസ്തുക്കൾ എന്തൊക്കെയാണെന്നാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് മഹാശിലാ സ്മാരകം എന്നും അതിന്റെ പ്രധാനപ്പെട്ട വെറൈറ്റികൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, പ്രധാനമായിട്ട് രണ്ട് തരത്തിലാണ് അതിന് ചരിത്രത്തിൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. ഒന്ന് അതിന്റെ പ്രധാനപ്പെട്ട ആകൃതികൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നതും, രണ്ടാമതായിട്ട് ഇത്തരത്തിലുള്ള മഹാശിലാ സ്മാരകങ്ങൾക്ക് ഉള്ളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പുരാവസ്തുക്കൾ ഏത് തരത്തിൽ പെടുന്നവയാണ് തുടങ്ങിയവയാണ് അവയുടെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞു. രണ്ടാമത്തെ ഭാഗത്ത് ഇനി മഹാശിലാ സ്മാരകങ്ങൾക്കുള്ളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പുരാവസ്തുക്കൾ എന്തൊക്കെയാണ്, അതിന്റെ ചരിത്ര പ്രാധാന്യം എന്താണ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. മഹാശിലാ സ്മാരകങ്ങൾക്ക് അകത്തുനിന്നും കണ്ടെത്തിയ പുരാവസ്തുക്കളെ പ്രധാനമായും നാലായിട്ട് തരംതിരിക്കാൻ സാധിക്കും. അതായത് മൃതശരീരത്തോടൊപ്പം അവര് കുഴിച്ചിടുന്ന വസ്തുക്കളെയാണ് നമ്മൾ മഹാശിലാ സ്മാരകങ്ങൾക്കകത്തുള്ള പുരാവസ്തുക്കൾ എന്ന് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ടവയാണ് മൺപാത്രങ്ങൾ, ലോഹവസ്തുക്കളും ഉപകരണങ്ങളും, മുത്തുകൾ, അസ്ഥി കഷ്ണങ്ങൾ എന്നിവ. മൺപാത്രങ്ങളിൽ പ്രധാനമായിട്ടും ചുവപ്പും കറുപ്പും മൺപാത്രങ്ങളാണ് കാണപ്പെടുന്നത്. അതുപോലെ ലോഹവസ്തുക്കൾ എന്ന് പറയുന്നത് ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച വസ്തുക്കൾ, കുന്തമുന, കത്തി, കടാര, അമ്പ്, ഉളി എന്നിവയെല്ലാം ഇതിൽ പെടുന്നവയാണ്. പിന്നെ മുത്തുകൾ, വിലയേറിയ കൽമുത്തുകൾ, അതുപോലെ കാർണീലിയൻ എന്ന് പറയുന്ന ഒരു വെറൈറ്റി മുത്തുകളുണ്ട്, അതുപോലെ സ്ഫടിക കല്ലുകൾ എന്നിവയെല്ലാം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. പിന്നെ കിട്ടിയിട്ടുള്ളത് അസ്ഥി കഷ്ണങ്ങളാണ്. മൃതശരീരം അഴുകിയതിനു ശേഷം ശേഖരിച്ചവയും കത്തിച്ച ശേഷം ശേഖരിച്ചവയും, ഇങ്ങനെ രണ്ട് തരത്തിലുള്ള അസ്ഥി കഷ്ണങ്ങളാണ് നമുക്ക് ഈ എന്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്, മഹാശിലാ സ്മാരകങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. മഹാശിലാ സ്മാരകങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശ്മശാന വസ്തുക്കളാണ് മൺപാത്രങ്ങൾ എന്ന് പറയുന്നത്. കറുപ്പ്, ചുവപ്പ് മൺപാത്രങ്ങൾ ദക്ഷിണേന്ത്യയിലെ മഹാശിലാ സ്മാരക കാലത്തിന്റെ മുദ്രയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പൊ കറുത്തതും ചുവന്നതുമായിട്ടുള്ള മൺപാത്രങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിൽ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ മഹാശിലാ സ്മാരക കാലഘട്ടവുമായി ബന്ധപ്പെട്ടവയാണ്. അപ്പൊ ഈ മഹാശിലാ സംസ്കാരങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അല്ലെങ്കിൽ സ്മാരകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുരാവസ്തുക്കളാണ് മൺപാത്രങ്ങൾ എന്ന് പറയുന്നത്. ചാട്ടപ്പറമ്പ്, പോർക്കളം, മച്ചാട്, പയ്യന്നൂർ, ചിത്രാരി, പേരാമ്പ്ര, ഉമ്മച്ചിപ്പൊയിൽ, കടനാട്, ആനക്കര എന്നിവയിൽ നിന്ന് ഇത്തരത്തിലുള്ള മൺപാത്രങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ചൂളയിൽ വെച്ചതും അകത്ത് കറുപ്പും പുറത്ത് ചുവപ്പുമുള്ള മൺപാത്രങ്ങൾ ഇരുമ്പ് യുഗത്തെ പ്രതിനിധീകരിക്കുന്നവയാണ്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് കറുപ്പും അകത്ത് കറുത്ത കളറും പുറത്ത് ചുവപ്പുമുള്ള മൺപാത്രങ്ങളാണ് ഈ ഒരു മെഗാലിത്തിക് കൾച്ചറിന്റെ ഭാഗമായിട്ട് നിർമ്മിക്കപ്പെട്ടവയാണെന്ന് കരുതുന്നത്. കറുപ്പും ചുവപ്പും മൺപാത്രങ്ങളെ പോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ടതാണ് ചുവന്ന മൺപാത്രങ്ങൾ എന്ന് പറയുന്നത്. ഇവയുടെ അടിഭാഗത്തായിട്ട് 3-4 കാലുകൾ പിടിപ്പിച്ചിട്ടുള്ള നീണ്ട കൂജ പോലുള്ള ചുവന്ന മൺപാത്രങ്ങളും കാണപ്പെടുന്നുണ്ട്. റസീഡ് കോഡസ് പെയിന്റിംഗ് മൺപാത്രം എന്നും ആന്ധ്ര മൺപാത്രം എന്നറിയപ്പെടുന്ന ചുമന്ന പ്രതലത്തിലുള്ള മുകളില് ചുവപ്പും വെള്ളയും ഇടകലർന്ന അലങ്കാരപ്പണികൾ ചെയ്തിട്ടുള്ള ഒരു തലത്തിലുള്ള മൺപാത്രങ്ങളും മഹാശിലാ സ്മാരകങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇവ പാലക്കാട് ആനക്കരയിൽ നിന്നുമാണ് കണ്ടെത്തിയിട്ടുള്ളത്. മേൽ പറഞ്ഞവ കൂടാതെ കറുത്ത ചെറിയ മൺപാത്രങ്ങളും കാണപ്പെടുന്നുണ്ട്. അപ്പൊ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള മൺപാത്രങ്ങളാണ് കാണപ്പെടുന്നത്, കറുപ്പും ചുവപ്പും ഉള്ളത്, അതുപോലെ ചുവന്നത് മാത്രം, കറുത്ത ചെറിയ മൺപാത്രങ്ങൾ എന്നിവ ഈ മഹാശിലാ സ്മാരകങ്ങളിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്തെ തരത്തിൽപ്പെടുന്ന പുരാവസ്തുക്കൾ എന്ന് പറയുന്നത് ലോഹവസ്തുക്കളാണ്. മഹാശിലാ സ്മാരകങ്ങൾക്കകത്തു നിന്ന് കണ്ടെടുക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇനം പുരാവസ്തുക്കളാണ് ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച ഇരുമ്പായുധങ്ങൾ, ഉപകരണങ്ങൾ, പടക്കോപ്പുകൾ, കാർഷിക ഉപകരണങ്ങൾ, ഗൃഹാവശ്യങ്ങൾക്കുള്ള വസ്തുക്കൾ എന്നിവയെല്ലാം ഇതിൽപ്പെടുന്നുണ്ട്. ബാബിങ്ടൺ ഉദ്ഖനനം നടത്തിയ ചാത്തപ്പറമ്പ് മുതൽ ഇന്നേ വരെ കണ്ടെത്തിയ ഭൂരിഭാഗം സ്മാരകങ്ങൾക്കകത്തു നിന്നും ഇരുമ്പായുധങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഇതിന് തരുന്ന ഒരു സൂചന എന്താണ്? ഈ ഒരു കാലഘട്ടത്തിൽ ഇരുമ്പ് വ്യാപകമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നതാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ മഹാശിലാ സ്മാരക കാലഘട്ടത്തെ ഇരുമ്പ് യുഗം എന്ന പേരിലും അറിയപ്പെടുന്നത്. വാള്, കടാര, അമ്പുമുന, കുന്തമുന, കത്തി, തൂക്കുവിളക്ക്, മുക്കാളി, ഗൃഹ ഉപകരണങ്ങൾ, അരിവാൾ, കലപ്പ എന്നിവയും ഈ ഇരുമ്പ് ഉപകരണങ്ങളിൽ പെടുന്നവയാണ്. എന്നാൽ ചെമ്പ്, വെങ്കലം, സ്വർണം തുടങ്ങിയ ലോഹങ്ങൾ വളരെ കുറച്ച് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. പേരാമ്പ്ര, കോഴിക്കോട്, കണ്ണൂർ, വയനാട് പ്രദേശങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്? ചെമ്പ്, വെങ്കലം, സ്വർണം എന്നിവ അപൂർവമായി കണ്ടെത്തിയിട്ടുണ്ട്. സ്വർണ്ണാഭരണങ്ങൾ വളരെ അപൂർവമായി മാത്രമാണ് കണ്ടെത്തിയിട്ടുള്ളത്. നടുവിൽ എന്ന് പറയുന്ന സ്ഥലം കണ്ണൂർ ജില്ലയിലാണ്. അവിടെ നിന്നും അതുപോലെ അരിപ്പ, കൊല്ലം ജില്ലയിലെ അരിപ്പ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും സ്വർണ്ണാഭരണങ്ങൾ കണ്ടുകിട്ടിയിട്ടുണ്ട്.
മൂന്നാമത്തെ ഒരു വിഭാഗം പുരാവസ്തുക്കൾ എന്ന് പറയുന്നത് മുത്തുകളാണ്. മൺപാത്രങ്ങളും ഇരുമ്പ് വസ്തുക്കളും കഴിഞ്ഞാൽ മഹാശിലകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പുരാവസ്തുക്കളിൽ മൂന്നാം സ്ഥാനം മുത്തുകൾക്കാണ്. കർണീലിയൻ, HD കാർണീലിയൻ, ക്വാർട്സ്, അമീതീസ്റ്റ് എന്നിവ വിലപിടിപ്പുള്ള മുത്തുകളാണ്. കേരളത്തിൽ നിന്ന് ഗ്ലാസ് മുത്തുകൾ വളരെ കുറച്ച് ലഭിച്ചിട്ടുള്ളൂ. പോർക്കളം ഉദ്ഖനനത്തിൽ നിന്ന് 48 HD കാർണീലിയൻ മുത്തുകൾ കണ്ടെടുത്തിട്ടുണ്ട്. അതുപോലെ ആനക്കരയിൽ നിന്ന് കർണീലിയൻ മുത്തുകൾ ലഭിച്ചിട്ടുണ്ട്. കണ്ണൂരിൽ നിന്ന് ഗ്ലാസ് മുത്തുകളും ലഭിച്ചിട്ടുണ്ട്. അപ്പം മൺപാത്രങ്ങളെയും ഇരുമ്പ് വസ്തുക്കളെയും പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു പുരാവസ്തുവാണ് മുത്തുകൾ എന്ന് പറയുന്നത്. ഇവയിൽ തന്നെ വിലപിടിപ്പുള്ള മുത്തുകളാണ് കർണീലിയൻ, HD കാർണീലിയൻ, ക്വാർട്സ്, അമീതീസ്റ്റ് എന്ന് പറയുന്നത്. കേരളത്തിൽ നിന്ന് ഗ്ലാസ് മുത്തുകൾ വളരെ കുറച്ച് മാത്രമാണ് കണ്ടെത്തിയിട്ടുള്ളത്. പോർക്കളം എന്ന് പറയുന്ന സ്ഥലത്ത്, തൃശ്ശൂർ ജില്ലയിലെ പോർക്കളത്ത് നടത്തിയിട്ടുള്ള ഉദ്ഖനനത്തിൽ 48ഓളം HD കർണീലിയൻ മുത്തുകൾ കണ്ടെടുത്തിട്ടുണ്ട്. അതുപോലെ ആനക്കര എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ്. അവിടെ നിന്നും കാർണീലിയൻ മുത്ത് ലഭിച്ചിട്ടുണ്ട്. കണ്ണൂരിൽ നിന്ന് ഗ്ലാസ് മുത്തുകളും ലഭിച്ചതായിട്ട് പറയപ്പെടുന്നുണ്ട്. അവസാനത്തെ ഒരു വിഭാഗം എന്ന് പറയുന്ന അസ്ഥി കഷ്ണങ്ങളാണ്. തമിഴ്നാട്ടിലെ ആദിച്ചനെല്ലൂർ, കർണാടകയിലെ ബ്രഹ്മഗിരി എന്നിവിടങ്ങളിലെ മഹാശിലാ സ്മാരകങ്ങൾക്കകത്തു നിന്ന് ലഭിച്ച പോലെ പൂർണ്ണമായ അസ്ഥികൂടം ഇന്നുവരെ കേരളത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ല. മൃതശരീരം അഴുകാൻ ഇട്ട ശേഷമോ കത്തിച്ച ശേഷമോ എല്ലിൻ കഷ്ണങ്ങൾ ശേഖരിച്ച് സ്മാരകങ്ങൾക്കകത്തു വെച്ച രീതിയാണ് കേരളത്തിൽ ലഭ്യമായിട്ടുള്ളത്. കൊല്ലം ജില്ലയിലെ അരിപ്പ എന്ന് പറയുന്ന സ്ഥലത്ത് നടത്തിയിട്ടുള്ള ഉദ്ഖനനത്തിൽ മനുഷ്യന്റെ അസ്ഥിയും മൃഗങ്ങളുടെ അസ്ഥിയും ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ആനക്കര, പാലക്കാട് ജില്ലയിലെ ആനക്കരയിൽ നിന്ന് വളരെ കൂടുതൽ എല്ല് കഷ്ണങ്ങൾ കൽവളയത്തിനകത്തു നിന്നും നന്നങ്ങാടിയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ടുള്ള മൃതശരീരങ്ങൾ കുറവാണ്. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് അനുമാനിക്കാനായിട്ട് സാധിക്കുക? മൃതശരീരം അഴുകിയ ശേഷം അതിന്റെ എല്ല് മാത്രമാണ് സൂക്ഷിച്ചിരുന്നത് എന്നൊരു അനുമാനം നമുക്ക് വരുത്താനായിട്ട് സാധിക്കും. എന്നാൽ അരിപ്പ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും അതുപോലെ ആനക്കരയിൽ നിന്നും ഒരുപാട് കിട്ടിയിട്ടുണ്ട്, അസ്ഥി കഷ്ണങ്ങൾ കിട്ടിയതായിട്ടും ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. അപ്പോൾ കേരളത്തിലെ ഇരുമ്പ് യുഗ കാലഘട്ടത്തെക്കുറിച്ച് അല്ലെങ്കിൽ മഹാശിലാ സംസ്കാരത്തെക്കുറിച്ച് പഠിക്കുന്നതിന് സഹായകമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പുരാവസ്തുക്കളാണ് ഈ മൺപാത്രങ്ങൾ, മുത്തുകൾ, അതുപോലെ അസ്ഥി കഷ്ണങ്ങൾ, ലോഹവസ്തുക്കൾ എന്നൊക്കെ പറയുന്നത്. ഇവയെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്